തിങ്കളാഴ്ചയും ബോക്സ് ഓഫീസ് വേട്ട അവസാനിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കേരള കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യ തിങ്കളാഴ്ചയും ബോക്സ് ഓഫീസിലെ തീ വാരി വിതറിയിട്ട് തന്നെയാണ് തിങ്കളാഴ്ചത്തെ ദിവസം അവസാനിപ്പിക്കാൻ തുടരുമെന്ന് പറയുന്ന ചിത്രം ഒരുങ്ങി നിൽക്കുന്നത്. ചിത്രം 4-ാം ദിവസമായ തിങ്കളാഴ്ച നേടിയ കളക്ഷനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ തന്നെ സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും എത്ര കോടി നേടിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. ആദ്യ ദിവസം സിനിമ നേടിയ കളക്ഷനെ കുറിച്ച് പല രീതിയിലുള്ള അപ്ഡേറ്റുകളായിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പല ട്രാക്കേഴ്സും പല രീതിയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഒടുവിലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് 17,18,00,000 രൂപ. അതിൽ നിന്നും കേരളത്തിൽ നിന്നും വന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5,20,00,000 രൂപയാണ്. രണ്ടാമത്തെ ദിവസം ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് 25,90,00,000 രൂപ. അതിൽ നിന്നും കേരള കോൺട്രിബ്യൂഷനായി വന്നിരിക്കുന്നത് 7 കോടിയോളം രൂപ. 3-ാം ദിവസമായ സിനിമയുടെ ആദ്യ ഞായറാഴ്ച സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് 26,15,00,000 രൂപ. അതിൽ കേരളത്തിൽ നിന്നും വന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8 കോടിക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 3 ദിവസങ്ങൾ കൊണ്ട് 6.5 കോടിയോളം രൂപ സിനിമയ്ക്ക് കളക്ഷനായിട്ട് നേടാനും സാധിച്ചു. അങ്ങനെ 3 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 69,25,00,000 രൂപ. ഇപ്പോൾ ഇതാ 4-ാം ദിവസത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമ 4-ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ 7 കോടിയോളം രൂപ കേരളത്തിൽ നിന്നും മാത്രം നേടുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച തന്നെ തിങ്കളാഴ്ചത്തെ ബുക്കിംഗ് കാര്യങ്ങളിലെല്ലാം ഭയാനകമായിട്ടുള്ള ഒരു പ്രീസെയിൽ കളക്ഷൻ നമുക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് തിങ്കളാഴ്ച ഇത്രയും വലിയ കളക്ഷനിലേക്ക് തുടരുമെന്ന് പറയുന്ന ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. 4-ാം ദിവസം കേരളത്തിൽ നിന്നും മാത്രം 7 കോടിയോളം രൂപ കളക്ഷൻ നേടുമ്പോൾ സിനിമ വേൾഡ് വൈഡിൽ നിന്നും എന്തായാലും ഒരു 12 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 82 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും. സാധാരണക്കാരനെ മികച്ച രീതിയിൽ ഇമോഷണലി കണക്ട് ആക്കി എന്നുള്ളതാണ് തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വൻ ജനസാഗരമാണ് തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് കുടുംബ പ്രേക്ഷകരുടെ സാന്നിധ്യമാണ്. അവരാണ് ഈ ഒരു സിനിമയെ ഇത്ര വലിയ വിജയത്തിലേക്കും ഇത്ര വലിയ കളക്ഷനിലേക്കും ഇത്രയും പെട്ടെന്ന് എത്തിച്ചിരിക്കുന്നത്. കാത്തിരിക്ക സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.